കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 2019 എന്ന് ചോദിച്ചാൽ കൺസ്യൂമേഴ്സിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, എൻഫോഴ്സ് റൈറ്റ്സ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്പ്യൂട്ട്സ് വെക്കുക, എഡ്യൂക്കേഷൻ, കൺസ്യൂമറിനെ ഹിയർ ചെയ്യുക, സീക്ക് റിയഡ്രസ് ചോയ്സസ്, സേഫ്റ്റി ഓഫ് ദ ഗുഡ്സ്, ഇൻഫർമേഷൻ ഓഫ് ദ ബൈസ് ആൻഡ് ഹിയേഴ്സ് എ ഗുഡ്. അതുപോലെ തന്നെ അപ്പീൽ, ഇപ്പോൾ ഒരു കേസ് പോയി കഴിഞ്ഞാൽ വിത്തിൻ 30 days അപ്പീൽ ചെയ്യാം. അതുപോലെ തന്നെ 90 days ജഡ്ജ്മെൻറ്റ് ചെയ്യണം. ഓർ മാക്സിമം 150 days. ഒരു കേസ് ലിമിറ്റഡ്, ഒരു സാധനം വാങ്ങിയിട്ട് ലിമിറ്റഡ് വിത്തിൻ 2 years തന്നെ ചെയ്ത് കൊടുക്കണം. പിന്നെ അറിയാം, സുപ്രീം കോടതി, പിന്നെ നാഷണൽ കമ്മീഷനുണ്ട്, ഡിസ്ട്രിക്ട് കമ്മീഷനുണ്ട്, സ്റ്റേറ്റ് കമ്മീഷനുണ്ട്. സുപ്രീം കോടതി ജഡ്ജാണ്, 5 മെമ്പേഴ്സ് ഉണ്ട്. നാഷണൽ കമ്മീഷനിൽ. ഹൈക്കോടതിയിൽ 3 പേര് ഹൈക്കോടതി ജഡ്ജിമാരാണ്. അതിൻ്റെ അകത്ത് ഡിസ്ട്രിക്ട് ജഡ്ജിമാരാണ് ഡിസ്ട്രിക്റ്റിൻ്റെ അകത്ത്. പ്രൈവറ്റ്, കോപ്പറേറ്റീവ്, പബ്ലിക് സെക്ടേഴ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. കൊമേഴ്സ് ഓൺലൈൻ 2019 ഉണ്ട്. വാറൻറ്റി, ഗ്യാരൻറ്റി, അതുപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഷിപ്മെൻറ്റ്, മോഡ് ഓഫ് പേയ്മെൻറ്റ്, സെക്യൂരിറ്റി, ഇതൊക്കെ അതുമായിട്ട് ബാധകമാണ്. ഫെയിലർ ടു കംപ്ലെയിൻ ദ ജഡ്ജ്മെൻറ്റ് ഉണ്ടെങ്കിൽ 1 മാസം മുതൽ 3 വർഷം വരെ തടവും, 10,000 രൂപ ഫൈനും. ഏതെങ്കിലും ഫോൾസ് കംപ്ലയിൻ്റ് ആണെങ്കിൽ 10,000 രൂപയാണ് ഫൈന്. അപ് ടു 5 lakh ദർ ഈസ് നോ ഫീ, ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ 2 വർഷം തടവും, 10 ലക്ഷം രൂപയും. അതുപോലെ തന്നെ 5 വർഷം തടവും, പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ 5 വർഷം തടവും, 50 ലക്ഷം രൂപയും. അതുപോലെ തന്നെ അഡൾട്രൻ്റ് പ്രോഡക്റ്റ്, സ്പ്യൂരിയസ് ഗുഡ്സ് എടുക്കുകയാണെങ്കിൽ ഇഞ്ചറി ഒന്നും സംഭവിച്ചില്ലെങ്കിലും 6 മാസം 1 വർഷം വരെ തടവും, 6 മാസം തടവും, 1 ലക്ഷം രൂപയുമാണ് പിഴ. സിമ്പിൾ ഇഞ്ചറി വല്ലതും ഉണ്ടായാലും 1 വർഷം തടവും, 3 ലക്ഷം രൂപയും. ഗ്രീവിയസ് ഇഞ്ചറി ആണെങ്കിൽ 7 വർഷം തടവും, 5 ലക്ഷം രൂപയും. ഡെത്ത് വല്ലതും സംഭവിക്കുകയാണെങ്കിൽ ലൈഫ് ഇംപ്രസ്മെൻറ്റ് ഒരു 10 ലക്ഷം രൂപയുമാണ് പിഴ കൊടുക്കുന്നത്. അടുത്തത് പിന്നെ ഇത് ഈ നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷനായിട്ട് ഹെൽത്ത്, മെഡിക്കൽ, ക്ലിനിക്കൽ മാത്രമാണ്. ഹെൽത്ത് കെയർ സർവീസിൽ ആർഗ്യുമെൻറ്റും ഉണ്ട്, കൗണ്ടർ ആർഗ്യുമെൻറ്റും ഉണ്ട്. ഫ്രീ ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അണ്ടർ എ കോൺട്രാക്ട് ഓഫ് പേഴ്സൺ സർവീസ്. എസ്പെഷ്യലി ഇപ്പോൾ ഒരാൾ വീട്ടിൽ സെർവൻറ്റ് മാസ്റ്റർ ആണെങ്കിൽ നമ്മൾ സെർവൻറ്റിനെ വെക്കുന്നത് നമ്മളൊരു കോൺട്രാക്റ്റാണ്. അതുപോലെ തന്നെ സർവീസ് എന്ന് പറഞ്ഞാൽ ബാങ്കിങ്ങോ കൺസ്ട്രക്ഷനോ അങ്ങനെയൊക്കെയുള്ള ബന്ധമായിട്ട്. അപ്പെക്സ് കോർട്ട് ഹെൽത്ത് കെയർ പ്രൊഫഷന്. അതുപോലെ തന്നെ ഒരു കേസ് ഉണ്ടായിരുന്നു 1995 കേരള ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ BP ശാന്തമായിട്ടുള്ള ഓഫ്ലൈൻ ഓൺലൈൻ കൺസ്യൂമർ. ഇപ്പം ഡോക്ടേഴ്സ് എന്തെങ്കിലും ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി നടത്തിയിട്ടുണ്ടെങ്കിലോ, ഈ ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻ പിന്നെ കോൺട്രാക്റ്റിലാണ് നേച്ചർ, കോൺട്രാക്റ്റൽ നേച്ചറാണ്. നെഗ്ലിജൻസോ മിഷനോ വല്ലതും നടന്നതാണ് തീർച്ചയായിട്ടും അത് നെഗ്ലിജൻസ്. നമുക്ക് ഈ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മീഡിയേഷൻ റൂൾസിൻ്റെ അകത്ത് നമ്മുടെ ഈ ഡോക്ടേഴ്സ് വരത്തില്ല. ഇനി ഗ്രീവിയസ് ഇഞ്ചറിയോ ഡെത്ത് പേഷ്യൻ്റ് സംഭവിച്ച മീഡിയേഷൻ്റെ ഇത് വരത്തില്ല. പിന്നെ കൺസെൻറ്റ് എടുക്കണം. എടുത്തില്ലെങ്കിലും പ്രശ്നമാണ്. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ഉണ്ട്, കൗൺസിലുണ്ട്. ഓക്കെ, താങ്ക് യു.